ഇത് വൈജയൻ്റ് ആണ്. ഇത് അതെ, ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള പ്യുവർ ബ്രീഡ് വൈജയൻ്റ് മെയിലിനും ഫീമെയിലിനും കൂടിയിട്ടുണ്ടായ ഫസ്റ്റ് കുട്ടിയാണത്. അതെ, ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇവൾക്കിപ്പോൾ ഏതാണ്ട് ഒരു വയസ്സോളം പ്രായമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജനിച്ചിട്ടുള്ള മുയലാണിത്. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് മുയലുകളെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്മാൾ സ്കെയിലിൽ എങ്ങനെ ഒരു മുയൽ ഫാം നടത്തിക്കൊണ്ട് പോകാം, വളരെ കുറഞ്ഞ രീതിയിലുള്ള ചിലവുകളൊക്കെയുമായിട്ട് നമുക്കൊരു മാസം കുഴപ്പമില്ലാത്തൊരു വരുമാനം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഒരു മുയൽ ഫാം നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പള്ളത്താണ്. പള്ളത്ത് നമ്മുടെ വസന്തേട്ടൻ്റെ ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വസന്തേട്ടനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. ഓർഗാനിക് കേരളത്തിൻ്റെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വസന്തേട്ട, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ഞാൻ ചെയ്യുന്നത് വൈജയൻറ്റും സോവിയറ്റ് ചിഞ്ചിലും തമ്മിൽ 2 ബ്രീഡുകളാണ് ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിൽ വൈജയൻറ്റ് പ്യുവർ ബ്രീഡും മറ്റേ ചിഞ്ചില പ്യുവർ ബ്രീഡും രണ്ടും ഉണ്ട്. ഇത് ഈ 2 ബ്രീഡുകളെ തമ്മിൽ ക്രോസ് ചെയ്യിച്ചിട്ട് ക്രോസ് ബ്രീഡ് അതുണ്ടാക്കുന്നത്. അതെ, ക്രോസ് ബ്രീഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് വളർത്താൻ കൊണ്ടുപോകുന്നവർക്കൊക്കെ ക്രോസ് ബ്രീഡാണ് നല്ലത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെയുള്ളവരെ തന്നെ നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് വെക്കും. അപ്പോൾ അതിനെ നമുക്ക് മീറ്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും ഫാമിംഗ് തുടങ്ങുമ്പോൾ ഒരു 10 എണ്ണം വെച്ചിട്ടൊക്കെ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് തുടങ്ങണവർക്ക് നമ്മൾ പ്യുവർ ബ്രീഡ് തന്നെ കൊടുക്കും. ഒരു യൂണിറ്റ് എത്ര? ഒരു യൂണിറ്റ് പറഞ്ഞാൽ 10 എണ്ണമാണ് പറയുന്നത്. അതിൽ 7+3 ഉണ്ട്, അല്ലെങ്കിൽ 8+2 ഉണ്ട്. 8+2 പറഞ്ഞാൽ 8 ഫീമെയിലും 2 മെയിലും, അല്ലെങ്കിൽ 7 ഫീമെയിലും 3 മെയിലും. ഈ 3 മെയിൽ കൊടുക്കണതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെയിലിന് കുറച്ച് വീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു റീപ്ലേസ് ആയിട്ടാണ് 3 എണ്ണം കൊടുക്കുന്നത്. 3 എണ്ണം കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ആളുകൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്? 2 അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, മാക്സിമം ആൾക്കാർ ഇപ്പോൾ തുടക്കക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പോണതൊക്കെ ഈ ചെറിയ യൂണിറ്റ് ആയിട്ട് തന്നെയാണ് പോണത്. അത് എല്ലാവരും ഇപ്പോൾ 10 എണ്ണം ഒരുമിച്ചിട്ടൊന്നും വാങ്ങിച്ചു കൊണ്ടുപോയിട്ടില്ല. ഒരു 6 എണ്ണം വരയ്ക്കൊക്കെ തന്നെയാണ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുള്ളൂ. ആ 6 എണ്ണത്തിൽ 2 മെയിലും 4 ഫീമെയിലും അങ്ങനെയാണ് പോയിട്ടുള്ളൂ. എന്താണ് ഈ ഒരു ബ്രീഡിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? എന്താണ് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന മീറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന 4 ബ്രീഡുകൾ, ഒന്ന് വൈജയൻറ്റ്, സോവിയറ്റ് ചിഞ്ചില, പിന്നെ ന്യൂസിലാൻഡ് വൈറ്റ്, പിന്നെ ഗ്രേ ജയൻറ്റ്. ഈ 4 ഐറ്റംസാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീറ്റ് പർപ്പസിനും ബ്രീഡിംഗ് പർപ്പസിനുമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് പെട്ടെന്ന് വയ്ക്കുന്നതും പിന്നെ അതിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്നതുമായിട്ടുള്ള ബ്രീഡുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഏറ്റവും നല്ലത് ചിഞ്ചിലിയും വൈജയന്റും ആണ്. ശരിക്കും ഈ വൈറ്റ് ജയന്റ് ഒരു വൈറ്റ് ജയന്റ് ഇവിടെ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ 2 മെയിലും ഫീമെയിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവര് എത്രത്തോളം കുട്ടികളെ നമുക്ക് തരും ഒരു പ്രസവത്തിൽ? 6 മുതൽ 12 വരയ്ക്കും കുട്ടികളെ കിട്ടും. അതിൽ ഏറ്റവും നല്ലത് 6 അല്ലെങ്കിൽ 7 കുട്ടികൾ തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ആവശ്യത്തിനുള്ള ആരോഗ്യം ഉണ്ടാവും. പിന്നെ നമ്മൾ പറയുന്നത് ഒരു 40 മുതൽ 60 ഗ്രാം വരെയൊക്കെയാണ് ഒരു കുട്ടിയുടെ വെയിറ്റ് പറയുന്നത്. അറ്റ് ബർത്ത് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു കുട്ടിയുടെ വെയിറ്റ് ഒരു 40 മുതൽ 60 ഗ്രാമാണ് പറയുന്നത്. അപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7 കുട്ടികളാണെങ്കിൽ കറക്റ്റായിട്ട് അതേ മെയിൻറ്റെയിൻ ചെയ്യും, അതേ ഇതിൽ പോവുകയും ചെയ്യും. പിന്നെ മീറ്റ് പർപ്പസിന് വളർത്തുമ്പോൾ നമുക്ക് 2 മാസത്തിനുള്ളിൽ മിനിമം 3 മാസത്തിനുള്ളിൽ മിനിമം 2 കിലോ വെയിറ്റ്, അതാണ് മീറ്റ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 മാസത്തിനുള്ളിൽ 2 കിലോ വെയിറ്റ് എന്തായാലും വരണം. അല്ലെങ്കിൽ നമുക്ക് മീറ്റ് പർപ്പസ് അല്ലെങ്കിൽ ആ മീറ്റ് മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് 3 മാസം കൊണ്ട് ഇത് സെയിലാക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ വസന്തേട്ട, ഇപ്പോൾ ഇവിടെ എത്ര മുയൽ ചെയ്യുന്നുണ്ട്? എൻ്റെ കയ്യിലിപ്പോൾ മൊത്തം 16 ഫീമെയിലും 4 മെയിലും. ഇതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ആണ് നമ്മൾ പുറത്തോട്ട്. അതെ, അതിൽ 8 എണ്ണം വെച്ചിട്ട് ഈ മാസം 8 എണ്ണം പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഇറങ്ങുമ്പോഴേക്കും അടുത്ത മാസം 8 എണ്ണം
പ്രസവിക്കും. അങ്ങനെയാണ് ഞാൻ എന്തൊക്കെയാണ് ഇവിടുത്തെ ചെയ്തിരിക്കുന്ന രീതികളും ഇതിനൊരു ലാഭകരമായി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഞാൻ തുടക്കത്തിൽ ആകെ 10 മുയലിനെ വെച്ചിട്ടാണ് ഫാം തുടങ്ങിയത്. അതിന്റെ കാര്യങ്ങൾ, അതിന്റെ കൂടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വയം തന്നെ ഉണ്ടാക്കുകയായിരുന്നു. അതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള കമ്പനി ഇതിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. മെറ്റലും കാര്യങ്ങളൊക്കെ, അതായത് നെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റിയിൽ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ടാണ് കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മൊയിലുകളുടെ കാശ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. അതായത് ഏതാണ്ട് ഒരു 6,000-7,000 രൂപയോളമാണ് 10 മൊയിലുകൾക്ക് എനിക്ക് ചിലവായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്തതാണ്. ആകെയുള്ളത് ഈ ചെറിയ ഷെഡിലാണ് ആദ്യത്തെ 10 മൊയിലുകൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ കാണുന്ന ഈ ഷെഡിലാണ് ആദ്യത്തെ 10 മൊയിലുകളെ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിന് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, ഏതാണ്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ പുതിയ ഷെഡിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ മാറ്റി. അതെ പുതിയ ഷെഡിലേക്ക് അല്ലേ? ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് എടുത്ത? അതെ തീർച്ചയായിട്ടും. ഇതാണ് വസന്തേട്ടൻ്റെ ഫാം. ഇവിടെ വസന്തേട്ടാ, നമുക്ക് നിങ്ങളുടെ മൊയിലുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ? തീർച്ചയായും. ഇതാണോ നമ്മൾ പറഞ്ഞ വൈജയന്റിന്റെ കുട്ടികളാണ്. ഇവർക്കിപ്പോൾ ഏതാണ്ട് 3.5 മാസം 4 മാസത്തിന്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും. ആയിട്ടുണ്ട്. വൈജയന്റ് റാബിറ്റ്, ഇത് വൈജയന്റ് ആണ്. ഇത് അതെ, ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള പ്യുവർ ബ്രീഡ് വൈജയന്റ് മെയിലിനും ഫീമെയിലിനും കൂടിയിട്ടുണ്ടായ ഫസ്റ്റ് കുട്ടിയാണത്. അതെ, ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇവൾക്കിപ്പോൾ ഏതാണ്ട് ഒരു വയസ്സോളം പ്രായമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജനിച്ചിട്ടുള്ള മൊയിലാണിത്. ഓക്കെ. വൈജയന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് വൈറ്റും വൈജയന്റും ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മൊയിലുകൾ. ഇവരെ പ്രഥമ ദൃഷ്ടിയിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ് തോന്നുക. പക്ഷെ വൈജയന്റിന്റെ കാലുകൾക്ക് കുറച്ച് നീളം കുറവുണ്ടാവും. നീളം കുറവുണ്ടാവും. ന്യൂസിലാൻഡിന് കുറച്ച് നീളം കൂടുതലും ഉണ്ടാവും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇവന് കറക്റ്റ് 1 മാസം, അല്ല 1 വർഷം. 1 വർഷം പ്രായം. വർഷത്തിൽ എത്ര തവണ മൊയില് വർഷത്തിൽ പ്രസവിക്കും? ഒരു ബിസിനസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് മിനിമം 5 പ്രസവമെങ്കിലും ഒരു മൊയിലിൽ നിന്നും കിട്ടണം എന്നാണ് പറയുന്നത്. 1 വർഷത്തിൽ ഒരു ഫീമെയിൽ മൊയിലിൽ നിന്നും 5 പ്രസവമെങ്കിലും കിട്ടണം. തീർച്ചയായിട്ടും 2-2.5 മാസത്തിനുള്ളിൽ ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞിട്ട് അടുത്ത 2.5 മാസം കൊണ്ട് വീണ്ടും പ്രസവിക്കണ റേഞ്ചിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നാലാണ് ഒരു മൊയിൽ ഫാമിംഗ് എന്നുള്ള റേഞ്ചിൽ രക്ഷപ്പെട്ടു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ 5 പ്രസവത്തിൻ്റെ ഉള്ളിൽ ഏതാണ്ട് മിനിമം 30 കുട്ടികളെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാനും പറ്റണം. 6 മുതൽ 12 വരെ കുട്ടികൾ ഉണ്ടാവും. പക്ഷെ അതിലെ ഒരു 30 കുട്ടികൾ, അതായത് ഈ 5 പ്രസവത്തിലും കൂടിയിട്ട് ഏതാണ്ട് 30 കുട്ടികളെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണം. എന്നാലാണ് ഒരു ഫാം സക്സസ് ആയി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ, ഒരു മൊയിലിൽ നിന്നുള്ള കാര്യമാണ് പറയണത്. അതെ, ഇത് സോവിയറ്റ് ചിഞ്ചില എന്ന് പറഞ്ഞ ബ്രീഡാണ്. അതെ, റഷ്യക്കാരിയാണ്. ഇത് പ്യുവർ ബ്രീഡാണ്. ഇവൾക്ക് ഏതാണ്ട് 1.5 വയസ്സിന് മേലെ പ്രായമുണ്ട്. 1.5 വയസ്സിന് മേലെ പ്രായമുണ്ട്. ഇവൾക്ക് ഏതാണ്ട് ഇപ്പോൾ ഇവളിൽ നിന്നും എനിക്കൊരു 7-8 പ്രസവത്തിന് മേലെ കിട്ടിയിട്ടുണ്ട്. 8 പ്രസവത്തിന് മേലെ ഇവളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഫീമെയിലും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഞാൻ കൈകൊണ്ട് തൊടേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. മാക്സിമം ആ നെസ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രസവിക്കാറ്. അഥവാ പുറത്താണ് പ്രസവിക്കണമെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളെ എടുത്തിട്ടൊന്ന് നമ്മൾ അകത്തേക്ക് വെച്ച് കൊടുക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. ബാക്കി 10-12 ദിവസത്തോളം പിന്നെ ആ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ തൊടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇവരെന്നെ സ്വയം പാല് കൊടുക്കും. അവരെന്നെ ബാക്കിയുള്ള എല്ലാ മെയിൻ്റെനൻസും അവരെന്നെ ചെയ്തോളും. നിങ്ങളിവിടെ വളർത്തുന്ന പ്രധാനപ്പെട്ട 2 ബ്രീഡുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതെ. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഇവരുടെ ഈ ബാച്ചായിട്ട് തിരിച്ച് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ മൊയിലുകൾ ഇരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ഇതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇവരെല്ലാവരും ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ ഇരിക്കുന്ന മൊയിലുകളാണ്. ഇവരെല്ലാവരും ഈ ഉണ്ടായത് തന്നെയാണോ അതോ അല്ല, ഇത് എൻ്റെ പേരന്റ് സ്റ്റോക്കാണ്. ഇവരൊക്കെ പേരന്റ് സ്റ്റോക്ക് ആണ്. അതെ. C3 ചിഞ്ചില 3 എന്നാണ് അത്. ഓക്കെ. പിന്നെ ഇത് W2 എന്ന് പറയുന്നത് വൈജയന്റിലെ 2 ഫീമെയിൽ. ഇത് W5 വൈജയന്റിലെ 5ാമത്തെ ഫീമെയിൽ.
ഓ ഇതല്ലേ? അതെ, ഇത് വൈജൻറ്റിൽ മൂന്നാമത്തെ ഫീമെയില്. ഇത് അവരെ ക്രോസ് ചെയ്തിട്ടുള്ള ആണിന്റെ പ്രായത്തിനനുസരിച്ചിട്ടാണ് ഈ നമ്പറും കൂടി ഇട്ടുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ ഉള്ളത് ഇത് അവളുടെ ചിഞ്ചിലയില് C7 7ാമത്തെ ചിഞ്ചില. അങ്ങനെ അതെ. ഓക്കെ, അടിയിൽ കുറെ ആൾക്കാർ കിടക്കുന്നുണ്ടല്ലോ. അതെ അതെ, അത് ആണുങ്ങളാണ്. ഇതെല്ലാം അത് മെയിൽസ് ആണ്. അത് വൈജന്റിന്റെ മെയിലാണ്. ഇത് ചിഞ്ചിലയിലത്തെ ഒരു മെയിലാണ്. ഇവർ 3 പേരും ചിഞ്ചിലയിലത്തെ മെയിലുകളാണ്, 3 എണ്ണം. ആ സൈഡിലുള്ളത് ഫീമെയിൽസ്. ഇവിടെ ഇതൊക്കെ മെയിലുകൾ. ഈ സൈഡിൽ മൊത്തം മെയിലുകളോ, 4 മെയിലും. അതെ അതെ, അത് ചിഞ്ചിലയിലത്തെ ഒരു മെയിലാണ്. അത് ചിഞ്ചില തന്നെയാണ്. അവള് പ്രസവിച്ച് കിടക്കുകയാണ്. ഫീമെയിലാണ്. അവള് പ്രസവിച്ച ഡേറ്റ് 18/1 17/12 ചവിട്ടിച്ചു. ഓൺ ഹീറ്റ് നോക്കി ചവിട്ടിച്ചാണ്. അത് 18/1 പ്രസവിച്ചു. 5 ബേബീസ് ഉണ്ടായിരുന്നു. ക്രോസ് ബ്രീഡാണ് അവള്. ക്രോസ് ബ്രീഡാണ്. വൈജന്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പുറത്ത് ഇത് ചിഞ്ചില, വേറൊരു ഫീമെയിലാണ്. ഇവളും ക്രോസ് ബ്രീഡ് തന്നെയാണ്. 16/1 ചവിട്ടിച്ചു. 15/12 ചവിട്ടിച്ചു. 16/1 ഡെലിവറി. 6 ബേബീസ്. ഇത് ശരിക്കും എൻ്റെ ഡെലിവറി കേജ് ആണ്. അതെ അതെ. ഇങ്ങോട്ട് മാറ്റുകയാണോ ചെയ്യുക? അതെ അതെ അതെ. ഈ പ്രസവിക്കുന്ന മൊയിലുകളെ മൊത്തം ഇതിലേക്ക് മാറ്റുക ചെയ്യുക. ഇത് 2.5x3 സൈസ് കൂടിന്റെ. ഇതിലാകുമ്പോ അപ്പോൾ ഒരു 8 കുട്ടികളും തള്ളിയും സുഖമായിട്ട് ഒരു 2 മാസം 1.5-2 മാസത്തോളം അവർക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റും. നമുക്കപ്പോൾ തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ പാത്രത്തിൽ കയറി മൂത്രമൊഴിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കൺജസ്റ്റഡ് ആവില്ല എന്നർത്ഥം. 1-2 മാസത്തോളം 1.5 മാസം, മാക്സിമം 1.5 മാസം തന്നെയാണ് നിർത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുഞ്ഞുങ്ങളെയും തള്ളേനെയും വേർപിരിക്കും. അതായത് ചെലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ തീർച്ചയായിട്ടും പനമ്പട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പട്ട പണ്ടത്തെ പോലെ പട്ട അടുപ്പിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. കുറച്ച് വിത്തും ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് അത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് GSM കൂടിയിട്ടുള്ള ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ടാർപ്പായയുടെ ഷീറ്റ് 200 GSM ആണ് അതിൻ്റെ മുകളിലുള്ളത്. അതെ. പിന്നെ കൂടുകളും മാക്സിമം എല്ലാതും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒരുവിധമൊക്കെ പുറത്തുനിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. സാമ്പത്തികമായിട്ട് ഇല്ല അങ്ങനെ വല്ലാതെ ബിഗ് ബഡ്ജറ്റിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമാണ് നമ്മൾ പുറമേ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺപാക്ക് ഷീറ്റുകളാണ്. ഇവരുടെ വേസ്റ്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പൈപ്പിൽ വന്ന് വീഴുന്നതാണ്. എന്നിട്ട് മൂത്രം ഇതുവഴിക്ക് ഇങ്ങോട്ട് വന്ന് വീഴും. കാഷ്ടം ഇവിടെ സ്റ്റോക്ക് ആവും. ഇത് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. രണ്ട് സൈഡിലും അതുപോലെ ഡ്രം. അതെ അതെ, 2 സൈഡിലൊക്കെയും ഡ്രം വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സൈഡിൽ ഇപ്പോൾ ഇവർ വെള്ളം കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ നിപ്പിൾ സിസ്റ്റം വഴി വെള്ളം കുടിക്കുന്ന സമയത്ത് ഇത് അതെ അതെ അതെ, ഞാൻ അവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ഡ്രം വെച്ചിട്ടുണ്ട്. അതുവഴിക്ക് ഫുള്ള് എല്ലാ കൂടുകൾക്കും ആ ഡ്രമ്മിൽ നിന്നാണ് വെള്ളം വരുന്നത്. അത് നിപ്പിൾ സിസ്റ്റം ആണ്. അപ്പോൾ അവർക്ക് 24 hours എപ്പോൾ വേണമെങ്കിലും വെള്ളം കുടിക്കാം. മറ്റു പാത്രങ്ങളിൽ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുക, മൂത്രമൊഴിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർ വന്നിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം സ്റ്റോപ്പ് ആവും. നമ്മളൊരു മൊയൽ ഫാം ചെയ്യുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവരുടെ മീറ്റിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തീറ്റ കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ, കറക്റ്റ് സമയത്ത് വെള്ളം കിട്ടുന്നുണ്ടോ, ഫുൾ ടൈം വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ കറക്റ്റ് സമയത്ത് ഫുഡ്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇവിടെ പകല് ഫുഡും പകല് അവരുടെ കൈത്തീറ്റയും വൈകിട്ട് അവരുടെ പുല്ലും ആണ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ മീറ്റ് ചെയ്തതിന് ശേഷം അവരതിനെ ഇതേപോലെ എല്ലാവർക്കും സെപ്പറേറ്റ് കൂടാണ് വേണ്ടത്. അങ്ങനെ സെപ്പറേറ്റ് കൂടുകളിൽ ഇട്ടിട്ട് തന്നെയാണ് എല്ലാവരെയും വളർത്തുന്നത്. ഇത് നമ്മൾ മീറ്റ് ചെയ്യിക്കാൻ പോണ ചിഞ്ചിലയുടെ ഒരു ഫീമെയിലാണ്. നമ്മൾ മീറ്റ് ചെയ്യിക്കുന്നതിന് മുന്നേ ഇത് ഹീറ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ.
മൊയിലിനെ ഇങ്ങനെ പിടിക്കണം. വാലും ഇതും ചേർത്ത് പിടിച്ചിട്ട് മെല്ലെ ഈ ഭാഗം ഒന്ന് പിടിച്ചമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല റെഡിഷ് കളറായി ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഇനി ഇതിനെ ഈ ഫീമെയിലിനെ നമ്മളൊരു മെയിലിൻ്റെ കൂട്ടിലേക്കാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, ഇവൻ്റെ കൂട്ടിലേക്ക് ഇടാം. കേട്ടോ, ഇങ്ങനെ ഫീമെയിലിനെ മെയിലിൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് മെയിൽ കയറിയിട്ട് ക്രോസ് ചെയ്തതിന് ശേഷം ക്രോസ് ആയതിനു ശേഷം മെയിൽ ഒരു സൈഡ് ചെരിഞ്ഞു വീഴും. അങ്ങനെ ഒരു 3 തവണ ആവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്രോസിങ് പൂർത്തിയായി എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ 1-2 ക്രോസിങ്ങിൽ ശരിക്കും മതി. പക്ഷെ നമ്മൾ ഒന്നുകൂടി കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി 3 തവണ ചെയ്യുന്നത്. ഓക്കെ, അത് ആ കറക്റ്റ് ഹീറ്റിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് അടുത്ത മാസം ഇത് ഡേറ്റ് ആകുമ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് പ്രസവിച്ചിരിക്കും. നമ്മളിപ്പോൾ ഫീമെയിലിനെ മാറ്റിയിടുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ ഈ കൂട്ടിൽ തന്നെയാണോ ഇവരെ പ്രസവം കാര്യങ്ങളൊക്കെ? അതെന്താ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് സാധാരണ പറയുന്ന 2:2 കൂടെ തന്നെയാണിത്. ഒരു മൊയിലിനെ വളർത്താൻ 2:2 പറയുന്നത്. 2 അടി നീളം, 2 അടി വീതിയും, ഒരു 15 ഇഞ്ചോളം ഉയരം, അല്ലെങ്കിൽ 1.5 അടി ഉയരം എന്ന് പറയും. അതാണ് ഒരു മൊയിലിൻ്റെ ആവശ്യത്തിനുള്ള സ്പേസ്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൂടുകളിൽ ഞാൻ ഒരിക്കലും പ്രസവിപ്പിക്കില്ല. അതിൻ്റെ മെയിൻ കാരണം ഈ ഒന്നിക്കൊന്നിൻ്റെ നെറ്റ് ഉള്ളത് കാരണം കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതുവഴി പുറത്തേക്ക് ചാടുമ്പോൾ നേരെ ഈ വേസ്റ്റിൽ വന്ന് വീഴും. നമ്മളില്ലാത്ത സമയത്തായിരിക്കും മിക്കതും മൊയിലുകൾ പ്രസവിക്കുന്നത്. വളരെ ഒരു ദിവസത്തിൻ്റെ പുലർച്ചെ എന്ന് പറയില്ലേ, ഒരു 2:30 അല്ലെങ്കിൽ 3 മണി മുതൽ ഒരു 5 മണി അല്ലെങ്കിൽ 6 മണി ആ സമയത്തിനുള്ളിലാണ് പ്രസവിക്കുക. ആ സമയത്താണ് നമ്മുടെ പ്രകൃതി ഏറ്റവും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. മനസ്സിലായി? യാതൊരു ബഹളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഒരുവിധം 70 മുതൽ 80% മൊയിലുകൾ ആ സമയത്ത് തന്നെയാണ് പ്രസവിക്കുക. അല്ലാതെ പ്രസവിക്കുന്ന ടൈമുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരുവിധം എല്ലാ മൊയിലുകളും ആ പുലർച്ചെ സമയത്താണ് ആ സമയത്ത് തന്നെയാണ് പ്രസവിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതുവഴി പുറത്തേക്ക് ചാടും. ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ ഈ ചാല് വഴി നേരെ ആ വേസ്റ്റ് വെള്ളത്തിൽ വന്ന് വീഴും. അങ്ങനെ ചത്തുപോകാൻ ചാൻസസ് ഉണ്ട്. എനിക്കിവിടെ 1-2 തവണ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ എനിക്ക് അരയുടെ നെറ്റ് വെച്ചിട്ടുള്ള കൂടുകളുണ്ട് ഇവിടെ. മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് പറയണത് ഏതാണ്ട് 3 അടി നീളും 2.5 അടി വീതിയുള്ള നെറ്റുകളാണ്. അല്ല, ഒരു കൂടിന്റെ സൈസാണിത്. ഇതിലെന്ന് പറയുമ്പോൾ ഇവർക്കുള്ള നെസ്റ്റ് ബോക്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂടെ എന്നാലും ആ മൊയിലിന് അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, തീറ്റ കൊടുക്കാനും തീറ്റപാത്രം വെക്കാനും. അതെ, മണ്ണിന്റെ കളിമണ്ണാണ്. ഇല്ല, അതിലില്ല. ഇപ്പുറത്തേലാണ് കുഞ്ഞുങ്ങൾ. അതെടുത്താൽ മതി. തീർച്ചയായിട്ടും. ഇപ്പോ ഇതിന്റെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മുതൽ 8 അല്ലെങ്കിൽ 9 കുഞ്ഞുങ്ങൾ തന്നെ വരയ്ക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് 1 മാസം വരയ്ക്കും തള്ളിയും മക്കളുമായിട്ട് സുഖമായിട്ട് വളർത്താൻ പറ്റും. ഇത്രയും കുഞ്ഞുങ്ങൾ വളർക്കുന്നുണ്ടല്ലേ? ഇവരിപ്പോൾ കണ്ണ് തുറന്നിട്ടല്ലേ. ചിഞ്ചിലയും വൈജയന്റും തമ്മിലുള്ള ക്രോസ് ബ്രീഡാണിത്. അതെ, അതാണ് ഒരു കുട്ടി വൈറ്റ്. ഓക്കെ, ഇവരിപ്പോൾ ആദ്യമായിട്ട് കണ്ണ് മിഴിഞ്ഞിട്ട് കിടക്കണവരാണ്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ അധികം കണ്ടിട്ടില്ലാത്ത കാരണം പേടിച്ചിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഇതിൽ 7 കുട്ടികളുണ്ടാവും. ഇതില് വസന്തേട്ടാ, ഇതിൽ കിടക്കുന്നത് മുയലിന്റെ രോമം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഈ കുഞ്ഞുങ്ങൾ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ രോമം ഉണ്ടാവില്ല. തള്ളച്ച നമ്മുടെ കോഴികളെ പോലെ അടയിരിക്കൂല. അപ്പോൾ എന്തായാലും ഈ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് മറ്റേ രോമം ഇല്ലാത്തത് കാരണം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തള്ളമൊയിൽ സ്വയം അവരെ രോമം പറിച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലിടും. അതിലാണ് മൊയിലുകൾ പ്രസവിക്കുക. ഇതിന്റെ അടിയിൽ സാധാ നെറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു കാലിന്റെ ഇതൊരു 11 ദിവസം 10-11 ദിവസമായിട്ടുള്ളൂ. അതെ, എത്ര ദിവസം പാല് കൊടുക്കുന്നു? ഏതാണ്ട് ഒരു മാസം 10 ദിവസത്തോളം
1.5 മാസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളെ നമ്മൾ തള്ളയിൽ നിന്ന് മാറ്റും. ഇനി എന്താണ് തീറ്റക്രമങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത്? ഇവർക്ക് 2 നേരമാണ് തീറ്റ കൊടുക്കുന്നത്. പകല് രാവിലെ അതിരാവിലെ ഒരു 8 മണി 9 മണി ആ സമയത്ത് നമ്മൾ കൈത്തീറ്റയാണ് കൊടുക്കുന്നത്. പെല്ലറ്റ് അല്ലെങ്കിൽ കൈത്തീറ്റ. ഞാൻ പെല്ലറ്റ് ഉപയോഗിക്കുന്നില്ല, ഞാൻ അവിടെ സ്വയമായിട്ട് കൈത്തീറ്റ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. അതായത് മറ്റേ ചോളത്തവിട്, ചോളപ്പൊടി, കടലത്തൊണ്ട്, ഉഴുന്ന് തവിട്, ഈ 4 ഐറ്റംസ്. അതിൻ്റെ കൂടെ എള്ള് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത്രയും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ രാവിലെ കൊടുത്ത് കഴിഞ്ഞു. അത് രാവിലെ നേരത്തെ കൊടുത്ത് കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ഇനി പുല്ലാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഇവർക്ക് കൊടുക്കുന്ന പുല്ല് ഇനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് CO3 കൊടുക്കുന്നുണ്ട്. പിന്നെ CO4, CO5 അതൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ CO3 മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് കൊടുക്കുന്നത് CO3. പിന്നെ പ്ലാവിൻ്റെ ഇല ഉണ്ട്. ചാക്കിലും അത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് CO3 ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിലെ ആവശ്യത്തിന് കുറച്ച് പ്ലാവിൻ്റെ തൈകളും വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ പ്ലാവിൻ്റെ തൈ മാത്രമല്ല കേട്ടോ, മറ്റുള്ള വള്ളികളും മറ്റുള്ള ഇവിടെ എന്താ പറയുക, ഈ ഒരുവിധം എല്ലാവിധ 3 ഇലകളുള്ള വള്ളി, മുരിക്കിൻ്റെ ഇല മുയലുകൾക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും അത് എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ സമയത്തും നമുക്കത് അവൈലബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾ നമ്മളെ വസന്തേട്ടൻ്റെ മുയലുകളെ കണ്ടു നോക്കിക്കോ. ഈ വളരെ കുറഞ്ഞ മുയലുകളിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല അതിനെ എല്ലാ രീതിയിലും ഇപ്പോൾ ഇവിടെ മീറ്റ് പർപ്പസോടൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ആളുകൾ ഇവിടുന്ന് വളർത്താൻ തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വളർത്തുമ്പോൾ ഒരു കർഷകന് നമുക്ക് സാധാരണ വിൽക്കുന്നതിനേക്കാൾ 200-300 രൂപ കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇവിടെ വിൽക്കാനില്ല സാധനം. കാരണം എന്താ വെച്ചാൽ ഇത് ആയി വരുന്നു, ഒരു ബാച്ച് ആയി വരുമ്പോഴേക്കും അപ്പോഴേക്കും തന്നെ അത് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പുള്ളി നോക്കുന്ന രീതിയാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് ഓരോന്നിനും ഡേറ്റ് ഇട്ട് അത് ക്രോസ് വരാതെ അതേ രീതിയിൽ അതേ ക്വാളിറ്റിയോട് കൂടിയിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ നല്ല ക്വാളിറ്റിയോട് കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഫ്യൂച്ചർ പ്ലാനും നിങ്ങൾ കേട്ടല്ലോ. ഇതുപോലെ നമ്മളുടെ മീറ്റ് പർപ്പസ് നമുക്ക് അത്യാവശ്യം ആളുകൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് എൻക്വയറി ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള കർഷകർ ഡെവലപ്പായി വരുന്നത് തന്നെയാണ് ഓർഗാനിക് കേരളം എന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. തുടർന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് നേരിട്ട് കാണാം, ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാം. എന്ത് കാര്യങ്ങളും വളരെ സത്യസന്ധമായ രീതിയിൽ വസന്തേട്ടൻ പറഞ്ഞു തരും. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.